ഇനി പറ, നിന്റെ ബോസ് എവിടെ? പറയാ, KR എവിടെയെന്ന്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എനിക്ക് അറിഞ്ഞൂടാ ആരാണ് KR. ആരാ സാറേ KR? അപ്പൊ നിനക്ക് കിട്ടിയൊന്നും പോരാ. ഇവൻ ഭയങ്കരനാണെന്നുള്ളതിന് വേറെ തെളിവൊന്നും വേണ്ട. എടാ തെണ്ടി, ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി നീയും നിന്റെ കൂട്ടുകാരൻ എത്ര കാലമാണ് നടക്കാൻ തുടങ്ങിയിട്ട്? ദേവി ഇത് വിശ്വസിക്കും. KR ആരാണെന്ന് എനിക്ക് അറിയില്ല. നിങ്ങളെ കൊല്ലാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ കിട്ടി. ആശുപത്രിയിലായ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനുള്ള രൂപയ്ക്ക് വേണ്ടി നരകവാരുതിയിലേക്കാണല്ലോ ഈശ്വരാ നീ എന്നെ തള്ളിവിട്ടത്. എടാ, ഞങ്ങളെ കൊല്ലാമെന്ന നിന്നെ ഞങ്ങൾ കൊല്ലാതെ വെച്ചിരിക്കുന്നത് KR എവിടെയാണെന്ന് അറിയാന്. KRനെ കിട്ടിയാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാം. അതുകൊണ്ട് പറ, ആ ദ്രോഹി എവിടെ? എന്നെ ആദ്യം വെറുതെ വിട്, എന്നിട്ട് ഞാൻ പറയാം KR എവിടെയെന്ന്. അത് ശരി, അപ്പൊ നിനക്ക് അറിയാല്ലേ? അങ്ങനെയല്ല, ഞാൻ അവനെ ഫോണിൽ വിളിക്ക്. നീ അണ്ണാനകത്തവനടുത്ത് കാത്തു നിൽക്കുന്നു പറ. KRന് ഫോണില്ല. അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. KRന് ഫോണില്ലെന്ന്? ഇല്ല. അയാൾക്ക് ഫോണില്ലാത്ത ഞാനെന്തോ ചെയ്യാനാ? ഈ വകുപ്പിൽ ഇവൻ വഴങ്ങില്ല. എന്തോ ചെയ്യാൻ പോവുക? നിരപരാധിയായ ആ കുട്ടിയെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത്. ഞാൻ പറയാം, KRനെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും ഞാൻ പറയാം. ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. KR മരിച്ചു. ഞാൻ കൊന്നു. ഞാൻ KRനെ കൊന്ന കാര്യം നിങ്ങൾ പോലീസിൽ പറയരുത്. ജയിലിൽ പോകേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണ്, സത്യം മാത്രം. ഇറങ്ങാ. വിക്രമ, നിനക്കോ നിന്റെ തന്തയ്ക്കോ KRന്റെ ഒരു രോമം തൊടാനുള്ള കഴിവില്ലടാ. ബിസിനസ്സിൽ നിനക്ക് എന്നെ വഞ്ചിക്കാൻ സാധിച്ചു. അത് ഞാൻ നിന്നെ വിശ്വസിച്ചതുകൊണ്ട് എനിക്ക് പറ്റിപ്പോയതാ. എല്ലാത്തിനെയും ഞാൻ കുഴിച്ചു മൂടും. അങ്ങനെ എല്ലാത്തിനെയും കുഴിച്ചുകൂടാൻ വരട്ടെ, അതിന് ഞങ്ങളുണ്ട്. നിന്നെ പോലുള്ള രാജ്യദ്രോഹികളെ വകവരുത്താനാ ഞങ്ങളെ പോലുള്ളവർക്ക് സർക്കാർ ശമ്പളം തരുന്നത്. ഞങ്ങൾക്കുള്ള അധികാരം നിങ്ങൾ അങ്ങനെ കയ്യിലെടുക്കാൻ നോക്കണ്ട, മനസ്സിലായോ? അല്ലറ ചില്ലറ മോഷണം നടത്തി സമാധാനപരമായി ജീവിച്ചിരുന്ന ഞങ്ങളെ ജയിലിലയച്ച തെണ്ടികളെ ഒരെണ്ണത്തിനെയും ഞങ്ങൾ വെറുതെ വിടില്ലടാ. വല്ലവനും അനങ്ങിപ്പോയാൽ ഈ താവളത്തിന് ചുറ്റും ആയിരക്കണക്കിന് പോലീസുകാർ അണിനിരന്നു കഴിഞ്ഞു. ഏത് പോലീസ്? എവിടെ നിരന്നു? ഇത്രയും സന്നാഹത്തോടെ നിൽക്കുന്ന യുവമാരെ ഇങ്ങനെ വല്ലതും പറഞ്ഞു വരട്ടാനൊക്കോ? അതെ, ചുറ്റും പോലീസാണ്. ഇടറാ, എല്ലാവരും തോക്കും കത്തിയൊക്കെ താഴത്തിടറാ. All are under arrest. ആരെങ്കിലും ഒന്ന് അഴിച്ചുവിട്ടിട്ട് പോണേ. രാധിക അവിടെ ഇരുന്നു, ഞാനിപ്പോ വരാം.
சார் அது வந்து சார் സമയമായി. പുറപ്പെടട്ടുമാ. Sister, there is nothing to worry. I will see that your husband is set free. അവൾക്ക് ഇംഗ്ലീഷ് അറിയില്ല സാർ. Oh, I see. Mandu, ഞാൻ പറഞ്ഞു കൊടുക്കാം. സിസ്റ്ററെ, ഭയപ്പെടാമ ഇருக்கு. എത്രയോ പെരുങ്കള്ളന്മാരെ പിടിച്ചതിന് സഹായിച്ചതിന് ഇന്ത സാറ് ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് പൊതു മാപ്പ് വാങ്ങിച്ചരാമെന്ന് ഏറ്റിരിക്കുക. അവൾക്ക് മലയാളം അറിയില്ല. ഞാൻ പറഞ്ഞ തമിഴല്ലേ? അല്ല, இந்த சாரு எங்களுக்கு விடுதலை வாங்கி கொடுக்கும். ആഭ്യന്തരമന്ത്രി എന്റെ അമ്മാവനാ. ஆமா, உள்துறை அமைச்சர் இவருக்கு மாமனாக்கும். எல்லாத்துக்கும் நீ என்ன மன்னிக்கணும். சீக்கிரம் நீங்க திரும்பி வந்தா போதும். വരുവേൻ, എത്രയും പെട്ടെന്ന് വരുവേൻ. അന്തസ്സുള്ള ആണുങ്ങളായിട്ട് തിരിച്ചു വരുവേൻ. ഞങ്ങളുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കും സിസ്റ്ററെ. ല-